എൻട്രൻസ് എക്സാമിനേഷന്റെ കോച്ചിങ്ങിന് എറണാകുളത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞ നേരെ കിട്ടിയില്ലെങ്കിലും എൻട്രൻസ് പരീക്ഷ എഴുതുന്ന ഒരു ക്രെഡിറ്റ് ആണെന്ന് അച്ഛൻ പറയുന്നത്. വീട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും. ഏതായാലും എറണാകുളത്തൊക്കെ പോകുന്നതല്ലേ, എന്റെ വക നിന്റെ കയ്യിലൊരു അടയാളം കിടക്കുന്നത് നല്ലതാ. അതൊരന്തസ്സല്ലേ? എങ്ങനുണ്ട്? കല്ലുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി നന്നായനെ. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടടി. കല്ല് വെച്ച് ഇതേപോലത്തെ 6 മോതിരം ഞാൻ നിനക്ക് വാങ്ങിത്തരും. ഇപ്പൊ ഇത് വേണോ അതോ? വേണം. സുധാരേട്ടൻ തരുന്നല്ലേ. വേണ്ടെന്ന് പറയാൻ ഈ ജന്മം എനിക്കാവില്ല. വല്ലതും പറ്റിയ ട്രെയിൻ എടുക്കുന്ന ബസ്സാ. നേരാവണ്ണം പിടിച്ചിരുന്നോ ഞാൻ നേരത്തെ പറഞ്ഞതാ, മറക്കണ്ട കേട്ടാ. മത്തായി ചേട്ടനൊന്ന് വളച്ചിട്ട് വരാം. മത്തായി ചേട്ടോ, വണ്ടി നമുക്ക് രമണിയുടെ സ്റ്റഡി സെന്റർ വഴി ഒന്ന് വിട്ടാലോ? മത്തായി ചേട്ടൻ അതൊരു റണ്ണുമാവും, രമണിക്ക് അവിടെ ഇറങ്ങുകയും ചെയ്യാം. എന്താ? അത് വേണോ സുധാര? അവളോട് നടന്നു പോകാൻ പറ. ഒരു പെണ്ണിന് വേണ്ടി അനാവശ്യമായി ജീവിതത്തിന്റെ സ്റ്റെറിങ് തിരിക്കണോ? വേണോ? നല്ല റോഡിലൂടെയാണ് ഇപ്പൊ വണ്ടി ഓടുന്നത്. നീ തിരിക്കാൻ പറയുന്നത് കട്ട് റോഡിലേക്കാ. റോഡ് ഇത്തിരി മോശവും. സാരമില്ല മത്തായി ചേട്ടാ, അവൾക്ക് എന്റെ ഈ ബസ്സില്, അല്ലല്ല നമ്മുടെ ഈ ബസ്സില് ഒരു ലിഫ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നത് നമുക്കൊക്കെ ഒരു അഭിമാനമല്ലേ? മത്തായി ചേട്ടൻ നോ പറയരുത്. കോളേജിന്റെ വാതിക്കെ കൂടെ വണ്ടി വിടാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് അത്ര പിടിച്ചില്ല. പോയി പണിയാവട്ടെ അല്ലേ? ശിവരാമ, മത്തായിച്ചേട്ടാ, മത്തായിച്ചേട്ടാ ഒന്ന് എണീറ്റേ. ശിവരാമൻ എവിടെ? ശിവരാമൻ ആളില്ലാതെ ബാംഗ്ലൂർക്ക് ബസ്സിലോടി പുലർച്ചയ്ക്ക് ഒന്ന് കിടന്നിട്ടുള്ളൂ. നമ്മുടെ ശിവരാമന് ലോട്ടറി അടിച്ചു. 10 ലക്ഷം രൂപ മാരുതി കാരണം ബമ്പർ അടിച്ചു. ശിവരാമ കോളടിച്ചു. എന്താ കാര്യം? നീ അന്ന് എന്നോട് വാങ്ങിച്ച ടിക്കറ്റില്ലേ, അതിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. 10 ലക്ഷം രൂപ ഒരു മാറിക്കാറും. കൊച്ചു കണ്ടക്ടറെ, നീ വെറും മുതലാളിയല്ല, കണ്ടക്ടർ മുതലാളി. എനിക്കിപ്പോ പണത്തിനാണ് ആവശ്യം. നീ ഇതെടുത്തിട്ട് 5 രൂപ ഇങ്ങിട്ടാ. ആ ടിക്കറ്റ് ഞാൻ മന്ദം പ്രകാശിന് വിറ്റു. അയ്യോ ശിവരാമ, ശങ്കര, എന്താ എന്താ? ശിവരാമന് ലോട്ടറി അടിച്ചു. നിന്നെ പറയട്ടെ, അത് മന്ദം പ്രകാശന് മറച്ചു വെച്ചു. ആർക്ക് മറിച്ചു വെച്ചാൽ സാരല്ല, എന്റെ കമ്മീഷൻ കിട്ടും. പ്രകാശിന്റെ വീടവിടാ. ശിവരാമ, ഇത്രയൊക്കെ ആയിട്ടും പോത്തുപോലെ ഉറങ്ങണ്ടില്ല. പോത്തുപോലെ കിടന്ന് ഉറങ്ങില്ല, ബോധം കെട്ട് കിടക്ക. പോയി വെള്ളം എടുത്തോണ്ട് ശിവരാമ, 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 ശിവരാമ. മാരുതി കാർ എപ്പ ഡെലിവറി എടുക്കണം? 10 ലക്ഷം രൂപ ഏത് ബാങ്കിലിടും? ഞാൻ എത്യോപ്യയിലേക്ക് പോട്ടെ. എവിടെ? എത്യോപ്യ, എത്യോപ്യ. പാവം നട്ട് തെറിച്ചാ തോന്നണേ. തോഴ, എന്റെ ടിക്കറ്റ് പോയി. ഞാൻ ആത്മഹത്യ ചെയ്യും. നിന്റെ സ്വന്തം അഭിപ്രായത്തിൽ ആത്മഹത്യ ചെയ്യണ്ട, നാലാളോട് അന്വേഷിച്ചു മതി. ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞുതരാം, അതുപോലെ നിങ്ങൾ ചെയ്യണം. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ 13% ബാങ്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ പലിശ. പഴയ ഇൻട്രസ്റ്റ് ഇപ്പോൾ പുതുക്കിയിരിക്കുക. ശരി, ടാക്സി എല്ലാം കൊണ്ട് വലിയ മാറ്റങ്ങളല്ലേ ഇപ്പോൾ. കണ്ണൂടെ ഇപ്പൊ കണ്ണൂടാ. നല്ല പലിശ നിരക്കും. ഒന്നെടുത്ത് തണുപ്പിച്ചോ. എപ്പോഴാ ബോധം വേണ്ടത്? ബോധം വന്നില്ല. പ്രകാശ, ഞങ്ങളുടെ ബാങ്കിന് വേണ്ടി ക്യാൻവാസ് ചെയ്തിരിക്കുകയാണ്. ഇത് ബാങ്കിന്റെ കാര്യമൊന്നും അല്ല മാഷെ. ഒന്ന് വന്നേ, ഒന്ന് ഇങ്ങോട്ട്. എന്താ കാര്യം? എന്റെ പൊന്ന് പ്രകാശ, അന്ന് എനിക്ക് അബദ്ധം പറ്റിയതാ. ആ ടിക്കറ്റ് എന്റേതല്ലേ? അത് ഞാൻ ശിവരാമന്റെ അടുത്ത് വാങ്ങിച്ചതല്ലേ? അയ്യോ, ഞാനല്ലേ അത് ആദ്യം വാങ്ങിച്ചത്. അതെനിക്ക് തന്നൂടെ? നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? എനിക്ക് ടിക്കറ്റ് തരാൻ പറ്റില്ല. സംഭവിച്ചേ ടിക്കറ്റ് നിങ്ങൾ കൊടുക്കും വേണ്ട. സമ്മാനത്തുക 50-50 ആക്കി കളിയുന്നു. പറ്റില്ല. അതെല്ലാം പോട്ടെ, വട്ടച്ചെലൊരു 25,000 കൊടുത്തേരെ. ഇല്ല. അയ്യോ ദേ, മനുഷ്യത്വത്തിന്റെ പുറത്തെങ്കിലും ഒരു 5,000 രൂപ എനിക്ക് താ. 5 പൈസ ഞാൻ തരില്ല. നീ തരില്ലേ? വാങ്ങിക്കാൻ എനിക്കറിയാം. സമ്മാനം വാങ്ങിയിട്ട് കൈക്കും കാലിന് സ്വാധീനം ഉണ്ടെങ്കിലേ നീ വീട്ടിൽ കയറൂ.
എന്റെ പുറകിലും ആൾക്കാരുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഞാൻ വായിക്കൂടാ. അമ്മേ അമ്മേ കുമ്മേ ചതിച്ചും പറ്റിച്ചിട്ട് നീ പണക്കാരനാകാൻ നോക്കണം. ഞാൻ കൊണ്ടുകൊണ്ടിരിക്കാം. രണ്ടെന്ന് വെച്ചാൽ കേട്ടില്ല. എന്നാലേ ഇതിന്റെ ഷെയർ നമുക്കും കിട്ടും, ഉറപ്പാ. എന്ത് പറ്റിയ ശനെ? ഒന്നും പറ്റിയില്ല, ഒരു ലോട്ടറി അടിച്ചതാ. ഈ സുധാരേട്ടൻ കുളിക്കാൻ പോയിട്ട് എത്ര നേരായി? ഒന്ന് കണ്ടിട്ട് പോണോന്ന് കരുതിട്ടാ ഞാനിങ്ങനെ കാത്തു നിൽക്കുന്നത്. കുളിയുടെ കാര്യത്തിൽ അവൻ പെണ്ണുങ്ങളെക്കാളും കഷ്ടം. കുളത്തിലിറങ്ങിയ പോലെ വെള്ളം നിറച്ച് ചെമ്പി കിടന്ന് നീന്തുകയും ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ എതിര് പറയോ? എതിര് പറയണോ വേണ്ടായോ എന്ന് മരുമോളായിട്ട് വന്നതിന് ശേഷം പറയാം കേട്ടോ. തമാശയല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറയാം. അമ്മ ഒന്ന് ശുപാർശ ചെയ്താ സുധാരേട്ടന്റെ അച്ഛൻ എന്റെ കൈയൊന്ന് നോക്കും. ഒന്നുമില്ല, ഇത്തവണ എഴുതി പരീക്ഷയുടെ ടെൻഷനൊന്നും തീർന്നു കിട്ടാനാ. ഇതാണോ ഇത്ര വലിയ ആന കാര്യം? പരീക്ഷയുടെ കാര്യം മാത്രമല്ല മോളെ, നിന്റെ അച്ഛന്റെ പ്രൊമോഷന്റെ കാര്യം വരെ അങ്ങേര് പറയും. 18ാമത്തെ വയസ്സിൽ മഹാരാജാവിന്റെ വീരശൃംഖല വാങ്ങിച്ച ആളാ സുധാകരന്റെ അച്ഛൻ. സംഗതി ഞാൻ ഏറ്റു. കുട്ടിയുടെ പേരെന്താ? രമണി. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ? അതെ. ഞാൻ മുഖത്തടിച്ചുള്ള കാര്യം പറയും. എന്തും വളച്ചു കെട്ടി പറയുന്ന പാരമ്പര്യമല്ല എന്റേത്. അതുകൊണ്ട് കുഞ്ഞിനോട് ഞാൻ ആദ്യമേ പറഞ്ഞു തരേണ്ടത് ആയുസിന്റെ കാര്യമോ പഠിപ്പിന്റെ കാര്യമോ ഒന്നും അല്ല. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം. ഇപ്പം ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങിയാൽ ജീവിതം ഒരുവിധം പച്ചപിടിക്കും. അല്ലെങ്കിൽ മൊത്തം ഒരുതരം പുത്തരിക്കണ്ട മൈതാനം മതിയാവും. ഒന്ന് തെളിച്ചു പറഞ്ഞൂടെ? കുഞ്ഞ് അനാവശ്യമായ ഒരു പ്രണയബന്ധത്തിലാണെന്ന് രേഖ പറയുന്നു. കഴിയുന്നതും വേഗം തലയുരിക്കോ, അല്ലെങ്കിൽ സർവനാശം ഫലം. അതായത് ഈ കല്യാണം നടന്നാൽ നീ വിധവയാവും. അവളൊരു സ്നേഹബന്ധത്തിലാണെങ്കിൽ അത് നമ്മുടെ മോ സുധാകരനുമായിട്ടാ. നീ വിറച്ചോണ്ട് വന്നത് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. ആരുമായുള്ള ബന്ധമായാലും വേണ്ടില്ല, രണ്ടാനും ഒരുക്കമാണെങ്കിൽ അവളെ രേഖ മുറുക്കിപ്പിച്ചോട്ടെ. കുഞ്ഞേ, എന്റെ മുമ്പിൽ ഇപ്പോൾ ഈ കൈപ്പത്തി മാത്രമേ ഉള്ളൂ. ഗുരുക്കന്മാരെ സാക്ഷി നിർത്തി ഞാൻ കുഞ്ഞിനോട് പറയാം, ഈ അനാവശ്യ പ്രണയബന്ധം കുഞ്ഞിന്റെ ജീവിതം കലക്കും. എനിക്കിനൊന്നും കേൾക്കണ്ട. നിങ്ങളിത് എന്ത് ദ്രോഹം ചെയ്തേ? രമണി, എന്തു പറ്റി? എന്താ ഉണ്ടേ? ഓടാതെ കാര്യം പറ രമണി. എന്താ ഉണ്ടായത്? ഇവിടെ എന്താ ഉണ്ടായെന്ന്? കലക്കിടാ മോനെ, നിന്റെ സ്നേഹബന്ധം നിന്റെ അച്ഛൻ തന്നെ കലക്കി. എന്തോ ഒരു സമയദോഷത്തിന് ആ കുഞ്ഞിന്റെ കൈ ഇങ്ങേരുടെ മുമ്പിൽ കൊണ്ട് നീട്ടാൻ എനിക്ക് തോന്നിയത്. ഇവൻ പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന ഒരു ബന്ധം അത്. അതല്ലേ ഒറ്റ വാക്കിന് നിങ്ങൾ മുറിച്ചു കളഞ്ഞത്? ഇവൻ പൊന്നുപോലെ കൊണ്ട് നടന്നാലും അവളതിൽ ക്ലാവ് പിടിപ്പിക്കില്ല എന്ന് പറയാൻ നിനക്ക് പറ്റുമോ? അവളുടെ കയ്യില് എന്റെ മരുമകളാകാൻ വേണ്ട രേഖയുടെ ഒരു പൊടി പോലും ദൈവം ഇതുവരെ വരച്ചിട്ടില്ല. ഇനി വരയ്ക്കുമെന്ന് പറയാനും പറ്റൂല. അവള് വാങ്ങിക്കുന്നതിലും ഭേദം ഇവൻ ആത്മഹത്യ ചെയ്യുന്ന. കണ്ണും പൂട്ടി വല്ലതും പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവൻ തുലയ്ക്കരുത്. പറയുന്നത് കേട്ടതൊന്നും എന്റെ കയ്യിൽ ആത്മഹത്യ രേഖയുണ്ടെന്ന്. ആദ്യം അച്ഛാന്ന് വിളിച്ചുപോയി, അല്ലെങ്കിൽ കാണായിരുന്നു. എന്ത് കാണാമായിരുന്നു? നീ തലകുത്തി മറിഞ്ഞാലും എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല സുധാകര. നിനക്ക് മാത്രമല്ല ഇവൾക്കും. കാരണം എന്താണെന്ന് അറിയാമോ? സ്വന്തം മകന്റെയോ ഭാര്യയുടെയോ തല്ലുകൊള്ളാൻ യോഗമുള്ള ഒരു രേഖയും എന്റെ കയ്യിലില്ലടാ. അത് തന്നെ. ഇങ്ങനെ പോയാലോ താനം ഉണ്ടായിക്കോളും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയരുത്. നീയും ചോദിച്ചില്ലേ നിന്റെ കയ്യിൽ ആത്മഹത്യ രേഖയുണ്ടോ എന്ന്? ഉണ്ടടാ. നീ അവളെ കെട്ടേണ്ട താമസം അത് വളർന്നോളും. എന്തിനാടാ പുല്ലേ ജീവിതം കൊണ്ടുപോയി ഒരു കഷ്ണം കയറി തൂക്കുന്നത്? ആസ്വദിച്ച് ജീവിക്കാൻ നോക്കടാ. നീ ഇടിയൊട്ടി പോലെ നിൽക്കണ്ട. നാളെ ഞാൻ മധുരയ്ക്ക് ക്യാമ്പിന് പോവുകയാ. സാക്ഷാൽ മധുര മീനാക്ഷി ആണ്ടി ആ പെണ്ണിനെ ഇപ്പോഴെങ്കിലും എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയത് ആ വന്ന മീനാക്ഷിക്ക് നിന്റെ മുഖമാണെന്ന് മാത്രം. അച്ഛൻ ഇങ്ങനെ പലതും പലരോടും പറയാറുണ്ട്. അവരൊക്കെ അതും വിശ്വസിച്ച് ജീവിക്കുന്ന നിന്റെ വിചാരം? ഇതൊക്കെ ഒരു തമാശയായിട്ട് കരുതാനല്ലേ ഉള്ളൂ. ഇത് തമാശയല്ല, ജോത്സ്യത്തിൽ എനിക്ക് വിശ്വാസാ. ഇനി അച്ഛൻ നമ്മുടെ ബന്ധം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ശരി, എന്റെ ജീവിതം പുത്തരിക്കണ്ട മൈതാനം പോലെ ആക്കാൻ ഞാനില്ല. നിനക്കെന്താ രമണി, ഭ്രാന്താണോ? നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന്? നമ്മൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നേരാ.
എന്ന് വെച്ച് എല്ലാം സഹിച്ച് നേടിയെടുക്കാൻ മാത്രം അതത്ര പ്രഷ്യസ് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമ്മൾ എങ്ങനെ സ്നേഹിച്ചാലും ശരി, ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് എന്തോ ഒരു പേടി വന്നുപോയി. ഇനി എന്നെ കാണാൻ വരരുത്. രമണി, ഞാൻ കണ്ടാൽ തന്നെ സംസാരിക്കണ്ട. രമണി പോയി, എന്നെ വിട്ടു പോയി, അവള് പോയി.